നമ്മുടെ കേരളം കലാകേരളം. കലകളുടെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. കണ്ടാലും കണ്ടാലും കൊതിതീരാത്ത നിരവധി കലാരൂപങ്ങൾ നമുക്കുണ്ട്. പ്രാചീനകാലം മുതൽക്കു തന്നെ അത്തരം പല കലാരൂപങ്ങളും കേരളത്തിലെമ്പാടും പ്രചാരത്തിലുണ്ടായിരുന്നു. കൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, രാമനാട്ടം, ഓട്ടംതുള്ളൽ, കഥകളി, മാർഗംകളി, ചവിട്ടുനാടകം എന്നിവയെല്ലാം അക്കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. നമ്മുടെ കഥകളി ഇപ്പോൾ ലോകപ്രശസ്തമായ കലാരൂപമായി മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം നൃത്തരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന മോഹിനിയാട്ടവും വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപം തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ക്ഷേത്രാങ്കണങ്ങളിലും രാജസദസ്സുകളിലും മാത്രം ഒതുങ്ങി നിന്ന മോഹിനിയാട്ടത്തിന് കൂടുതൽ പ്രചാരമുണ്ടാക്കിയത് സ്വാതി തിരുനാളും ഇരയിമ്മൻ തമ്പിയുമാണ്. സമീപകാലത്ത് ഗുരു ഗോപിനാഥിൻ്റെ സങ്കല്പത്തിൽ വിടർന്ന് വികസിച്ച കേരള നടനവും നമ്മുടെ സ്വന്തം കലാരൂപമെന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കഥാപ്രസംഗവും സംഗീത നാടകവും നമ്മുടെ സാധാരണ ജനങ്ങളെ ഇളക്കിമറിച്ച രണ്ട് ജനകീയ കലാരൂപങ്ങളാണ്. കേരളീയ കലാരൂപങ്ങൾക്കെല്ലാം പ്രചാരമുണ്ടാക്കി കൊടുക്കുന്നതിൽ മഹാകവി വള്ളത്തോൾ ചെയ്ത മഹത്തായ സേവനങ്ങൾ നമുക്കൊരിക്കലും മറക്കാനാവുന്നതല്ല. പുതുതലമുറയ്ക്ക് നമ്മുടെ കലകളിൽ പരിശീലനം നൽകുന്നതിനായി കേരള കലാമണ്ഡലം എന്നൊരു സ്ഥാപനത്തിന് തന്നെ വള്ളത്തോൾ ജന്മം നൽകി. തൃശൂർ ജില്ലയിൽ നിളാനദിയുടെ തീരത്തായി നിലകൊള്ളുന്ന കേരള കലാമണ്ഡലം ഇന്ന് വളരെയേറെ വളർന്ന് പന്തലിച്ചു. മേൽപ്പറഞ്ഞ കലാരൂപങ്ങൾക്ക് പുറമെ അനുഷ്ഠാന കലാരൂപങ്ങളായും നാടോടി കലാരൂപങ്ങളായും നിലകൊള്ളുന്ന മറ്റ് നിരവധി ഇനങ്ങൾ വേറെയുമുണ്ട്. തെയ്യം, തിറ, കുമ്മാട്ടി, കുറത്തിയാട്ടം, കാവടിയാട്ടം, പരിചമുട്ടുകളി, വേലകളി, കണിയാർകളി, കാക്കരശ്ശി നാടകം, തിരുവാതിരക്കളി, വള്ളംകളി, കളമെഴുത്തുപാട്ട്, വില്ലടിച്ചാൻ പാട്ട്, തായമ്പക, പുലിക്കളി, സർപ്പംതുള്ളൽ, തുമ്പിത്തുള്ളൽ എന്നിങ്ങനെ അവയുടെ പട്ടിക നീണ്ടുപോകുന്നു. ആയോധന കലാരൂപമായ കളരിപ്പയറ്റും ഇന്നും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം കലാരൂപങ്ങളെ സംരക്ഷിക്കാനും നിലനിർത്താനും വളർത്തിയെടുക്കാനും കേരള സർക്കാരിൻ്റെ കീഴിൽ 2 സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരള സംഗീത നാടക അക്കാദമി, കണ്ണൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള ഫോക്ലോർ അക്കാദമി എന്നിവയാണ് ആ സ്ഥാപനങ്ങൾ.